മഹാനായ ബിശ്ർ ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ മസ്ജിദിൽ നിസ്കരിക്കാൻ ദീർഘമായി നിന്ന് നിസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ വന്നു. ഇദ്ദേഹം നിസ്കരിക്കുന്നങ്ങനെ നോക്കിയിരുന്നു. ഈ മനുഷ്യൻ തന്റെ നിസ്കാരത്തെ നോക്കി തന്നിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു എന്ന് ബിശ്ർ ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അദ്ദേഹം സലാം ഏറ്റിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, ലാ യുഅ്ജിബുക മാ റഅയ്ത മിന്നി. എന്റെ നിസ്കാരം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട. ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ ആബിദാണ് എന്ന് നിങ്ങൾ എന്നെ കണ്ട് അത്ഭുതപ്പെടണ്ട, തെറ്റിദ്ധരിക്കണ്ട. ഫഇന്ന ഇബ്ലീസ് ഖദ് അബദല്ലാഹ് മഅൽ മലായികതി കദാ വകദാ. സാക്ഷാൽ ഇബ്ലീസ് മലക്കുകളുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിൽ എത്രയോ കാലം ജീവിച്ച ആളാണ് സാക്ഷാൽ ഇബ്ലീസ്. ആ ഇബ്ലീസ് ഇന്ന് ഇബ്ലീസായി. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഇബ്ലീസിനെ ലഅനത്ത് ചെല്ലുന്ന അവസ്ഥയിലേക്ക് ഇബ്ലീസ് അധപ്പതിച്ചു. അതുകൊണ്ട് എന്റെ ഇബാദത്ത് കണ്ട് നീ അത്ഭുതപ്പെടണ്ട, ഞാൻ പെട്ടെന്ന് നശിക്കാൻ അധിക സമയമൊന്നും വേണ്ട. തങ്ങളുടെ നന്മ കണ്ട് അത്ഭുതപ്പെടുന്ന ആളുകളെ വിളിച്ച് ഉപദേശിച്ചതാണ് മുൻഗാമികൾ. നമ്മളെ അവസ്ഥ എന്താണ്? നമ്മൾ എന്തെങ്കിലും വല്ലപ്പോഴും ചെയ്യുന്ന നന്മയുടെ പേരിൽ അറിയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നന്മ കണ്ടാൽ, നമുക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ അത്ഭുതം കൂറുകയും ആ നന്മയിൽ വഞ്ചിതരായി നമ്മൾ ഉഷാറാണെന്ന് സ്വയം ധരിച്ചു വശാകുകയും ചെയ്യരുത്.